വോട്ട് വിവാദം കത്തുന്നതിനിടെ MP സ്ഥാനത്ത് നിന്ന് സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ട് CPM-ഉം കോൺഗ്രസും. തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും മാന്യതയുണ്ടെങ്കിൽ സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരനും ആവശ്യപ്പെട്ടു. പരാതിയുണ്ടെങ്കിൽ കോടതിയിൽ പോകാമെന്നാണ് BJP നേതാവ് വി മുരളീധരന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി തൃശൂരിലെ ആരോപണങ്ങളിൽ സുരേഷ് ഗോപിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് LDF-ഉം UDF-ഉം. തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്നും സുരേഷ് ഗോപിയുടെ മൗനം ദുരൂഹമെന്നും മന്ത്രി വി ശിവൻകുട്ടി. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഇവിടെ ഒരു റീ ഇലക്ഷൻ നടത്തണം. സുരേഷ് ഗോപി ചെയ്യേണ്ടത് അദ്ദേഹം ഇതുവരെ ഇതിനെ സംബന്ധിച്ചിടത്തോളം മൗനം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ ആക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യസന്ധമായ വിശദീകരണം നൽകുന്നതിന് വേണ്ടി കഴിയില്ല. ആലത്തൂരിലെ BJP വോട്ടുകൾ തൃശൂരിലേക്ക് മാറ്റിയെന്ന് K മുരളീധരൻ. വോട്ട് ചോദിച്ച് ഫ്ളാറ്റുകളിലെത്തുമ്പോൾ പലപ്പോഴും അകത്ത് കയറ്റിയിരുന്നില്ല. ഈ വോട്ട് ചേർത്തു കള്ളത്തരം കാണിച്ചു എന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിൽ ഒരു ധാർമ്മികമായിട്ട് രാജിവെക്കുന്നതാണ് നല്ലതെന്നേ പറയുന്നില്ല. രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹം കൂടുതൽ കാലം MP ആയിട്ടിരുന്നാൽ അത്രയും UDF-ന് നല്ലതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും പരാതി അറിയിക്കാനുള്ള അവസരമുണ്ടെന്നാണ് BJP നേതാവ് വി മുരളീധരന്റെ മറുപടി. രാജിവെക്കണമെന്ന ആവശ്യം തമാശ. ശിവൻകുട്ടി ഇങ്ങനെ തമാശ അടക്കം പറയുന്ന ആളാണ്. ഗോവിന്ദസ്വാമി ചാടിപ്പോയപ്പോഴും ശിവൻകുട്ടി ചില തമാശകൾ പറഞ്ഞു. അതുകൊണ്ട് ശിവൻകുട്ടിയുടെ തമാശകൾക്ക് ഞാൻ മറുപടി പറയേണ്ട ആളല്ല. എന്നാൽ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.